അമേരിക്കൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഗാരറ്റ് ഹാർഡിനാണ് വിഭവങ്ങളുടെ ദൗർലഭ്യവുമായി ബന്ധപ്പെടുത്തി 1974 ലൈഫ് ബോട്ട് എത്തിക്സ് എന്ന നിലപാട് അവതരിപ്പിച്ചത്. ലൈഫ് ബോട്ടിന്റെ ശേഷി അതിക്രമിച്ചാൽ ബാക്കിയുള്ളവരെ കടലിൽ ഉപേക്ഷിക്കുകയല്ലാതെ മാർഗമില്ലല്ലോ. ഇതാണ് ഈ ധാർമ്മികതയുടെ അടിസ്ഥാന പ്രമാണം. ഈ ആശയത്തിലേക്കാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കാൻ പര്യാപ്തമാണ് ഇന്നത്തെ പല പരിസ്ഥിതി നിലപാടുകളും. കാലാവസ്ഥാ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. കേരളത്തിലെ 40% മലയോര പ്രദേശങ്ങളിലെ സാധാരണക്കാർ ജീവനും ജീവനോപാധികളും സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ്. എല്ലാവിധ വികസനങ്ങളെയും ചെറുക്കാനുള്ള ഒരു പ്രവണത കേരളത്തിൽ ശക്തി ആർജിക്കുന്നു. ദിവസം മുഴുവൻ മൊബൈൽ ഫോണുകൾ താഴെ വയ്ക്കാത്ത മലയാളി ഇപ്പോഴും ടവറുകൾക്കെതിരെ സമരം നയിക്കുന്നുണ്ട്. സർവോപരി നമ്മുടെ നിലപാടുകൾ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പര്യാപ്തമാണോ? നമസ്കാരം. പ്രിൻസിപ്പിയ സയൻസ് ചാനലിൽ മനുഷ്യനും പരിസ്ഥിതിയും എന്ന ഒരു വിഷയം കൂടി ആരംഭിക്കുകയാണ്. ആഗോള താപനം, ശാസ്ത്രവും വസ്തുതകളും എന്ന ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യനെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു പരിസ്ഥിതി കാഴ്ചപ്പാടാണ് ലോകത്ത് വളർന്നു വരുന്നത്. ഡെഡ്ലിയസ്റ്റ് സ്പീഷീസ് ഇൻ ദ അനൽസ് ഓഫ് പ്ലാനറ്റ് എർത്ത്, ടെറസ്ട്രിയൽ മെനസ്, മെഗാ പ്രിഡേറ്റർ, ടു-ലെഗ്ഡ് അസൈലൻസ്, ഫ്രെയിൽ ലുക്കിംഗ് ഏപ്പ്. യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന കൃതിയിൽ ഹോമോസാപ്പിയൻസ് നൽകുന്ന വിശേഷണങ്ങളാണ് ഇതത്രയും. കൃഷി ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു മനുഷ്യചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് ഈ കൃതി അവകാശപ്പെടുന്നത്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന വരേണ്യ കാൽപ്പനിക പരിസ്ഥിതിവാദത്തിന്റെ അങ്ങേയറ്റം. 65 ഭാഷകളിലായി ഈ കൃതിയുടെ 45 ദശലക്ഷം കോപ്പികളാണത്രേ വിറ്റുപോയത്. അത്രമാത്രമാണ് അതിലെ ആശയങ്ങളോട് ഹോമോസാപ്പിയൻസിനുള്ള പ്രതിപത്തി. ഹോമോസാപ്പിയൻ എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. ആ പേരിനെ പോലും ഹരാരി പരിഹസിക്കുന്നുണ്ട്. നമ്മുടെ പല പരിസ്ഥിതി നിലപാടുകളുടെയും പിന്നിൽ ഇങ്ങനെ ചില ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലേഴ്സ് കണ്ടെടുക്കാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി നിലപാടുകളുടെ ഒരവലോകനത്തിന് മുതിരുന്നത്. ഏറ്റവും ആപത്കരമായ പരിസ്ഥിതി പ്രശ്നം എന്ന നിലയ്ക്കാണ് ആഗോള താപനത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നത്. പ്രധാനമായും 2 വിധത്തിലാണ് ഭൗമോപരിതലത്തിൽ ഊർജമെത്തുന്നത്. ഭൂകേന്ദ്രത്തിന്റെ ഊഷ്മാവ് 6000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ്. ഭൂമിയുടെ ആന്തരിക താപം അഥവാ ജിയോ തെർമൽ ഹീറ്റ് പല രീതിയിൽ ഉപരിതലത്തിൽ എത്തും. ഇനിയുള്ളത് സൗരോർജമാണ്. ഒരു തെളിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭൂമധ്യരേഖ പ്രദേശത്ത് ചതുരശ്ര മീറ്ററിന് 1000 വാട്ട് വരെ സൗരോർജം ഭൂമിയിലെത്തുന്നുണ്ട്. ഭൂഭ്രമണവും ജലവായുമണ്ഡലങ്ങളുടെ ചലനവും മൂലം ഈ താപം ഭൂമിയിലാകെ വിതരണം ചെയ്യപ്പെടും. എങ്കിലും പ്രാദേശികമായും കാലികമായും ഭൂമിയുടെ ഉപരിതല ഊഷ്മാവിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അച്ചുതണ്ടിന്റെ ചരിവാണ് ഇതിന് പ്രധാന കാരണം. ഭൂമിയിൽ നിന്ന് താപം നിരന്തരമായി സ്പേസിലേക്ക് പുറന്തള്ളപ്പെടുന്നുമുണ്ട്. അല്ലാത്ത പക്ഷം ചൂട് കൂടിക്കൊണ്ടേയിരിക്കുമല്ലോ. താപം മുഴുവൻ നഷ്ടമായാൽ ഭൂമി തണുത്തുറഞ്ഞ് ഐസ് ഏജിലേക്ക് പോവുകയും ചെയ്യും. ഒരു നിശ്ചിത അളവ് താപം നിലനിർത്താൻ അന്തരീക്ഷവും ജലമണ്ഡലവും ഭൗമോപരിതലവും സഹായിക്കുന്നു. ഇതിനെയാണ് ശരാശരി ഉപരിതല ഊഷ്മാവ്, ഗ്ലോബൽ മീൻ സർഫസ് ടെമ്പറേച്ചർ, GMST എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന താപവും അവിടെ നിന്ന് നഷ്ടപ്പെടുന്ന താപവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്. വ്യാവസായിക കാലഘട്ടത്തിന് മുൻപ് ഇത് 14 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 15.2 ഡിഗ്രിയാണ്. IPCCയുടെ 6ാമത്തെ റിപ്പോർട്ടായ AR6നോടനുബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ പ്രസന്റേഷൻ ഉപയോഗപ്പെടുത്തിയ ഒരു രേഖ. ഡേറ്റയുടെ സ്രോതസ് സ്ലൈഡുകളുടെ മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എനി ഡേറ്റ ഈസ് ബെറ്റർ ദാൻ നോ ഡേറ്റ ആൻഡ് എനിത്തിങ് വിത്തൗട്ട് ഡേറ്റ ഈസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ. ഡേറ്റയെക്കുറിച്ചുള്ള ചാനലിൻ്റെ പൊതുവായ കാഴ്ചപ്പാട് ഇതാണ്. ഹരിതവാതകങ്ങളാണ് ശരാശരി ഉപരിതല ഊഷ്മാവ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഊർജം അവ ആഗിരണം ചെയ്യും. താപം ആഗിരണം ചെയ്യുന്ന ഏതൊരു വസ്തുവും അത് പുറന്തള്ളുകയും ചെയ്യും.
ഈ തന്മാത്രകൾ പുറന്തള്ളുന്ന ഊർജത്തിന്റെ ഒരു ഭാഗം വീണ്ടും ഭൂമിയിലെത്തും. ഇതാണ് ഹരിതഗ്രഹ പ്രഭാവം. ഹരിതവാതകങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ GMST -18 ഡിഗ്രി സെൽഷ്യസിൽ എത്തിപ്പോകുമായിരുന്നു. ജലബാഷ്പവും കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും നൈട്രസ് ഓക്സൈഡുമാണ് പ്രധാന ഹരിതവാതകങ്ങൾ. അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രബലമായ ഹരിതവാതകം ജലബാഷ്പമാണ്. അത് പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതെല്ലാ കാലവും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ താപനം ഉണ്ടായില്ല. അത് ഭൂമിയെ ഊഷ്മളമായി നിലനിർത്തുകയാണ് ചെയ്തത്. ദ്രാവക രൂപത്തിലുള്ള ജലത്തിൽ ജീവൻ ഉടലെടുത്തു. വാതക രൂപത്തിലുള്ള ജലം അതിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്ന് പറയാം. മനുഷ്യപ്രവർത്തനങ്ങൾ മൂലം സൃഷ്ടിക്കപ്പെടുന്ന ഹരിതവാതകങ്ങൾ കൂടി ജലബാഷ്പത്തോട് ചേരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് ബാഷ്പീകരണം വർദ്ധിക്കും. അതിനനുസരിച്ച് അന്തരീക്ഷം കൂടുതൽ ചൂടാകും. പോസിറ്റീവ് ഫീഡ്ബാക്ക് സംജാതമാകും. അങ്ങേയറ്റം ശ്രമകരമായ ഒരു ഗ്ലോബൽ പ്രക്രിയയിലൂടെയാണ് GMST കണക്കാക്കുന്നത്. ലോകത്താകെയുള്ള 20,000-ലധികം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സ്പേസ് ഒബ്സർവേറ്ററികൾ, സാറ്റലൈറ്റുകൾ, പരീക്ഷണ ബലൂണുകൾ, യാത്രാ വിമാനങ്ങൾ, നിരീക്ഷണ കപ്പലുകൾ, യാത്രക്കപ്പലുകൾ, കടലിൽ സ്ഥാപിച്ചിട്ടുള്ള ബോയികൾ, ആർഗോ ഫ്ലോട്ടുകൾ തുടങ്ങി അതിവിപുലമായ നിരീക്ഷണ ശൃംഖലയുടെ സഹായത്തോടെയാണ് ഇത് തയ്യാറാക്കുന്നത്. ജനീവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനാണ് ആഗോളതലത്തിൽ കാലാവസ്ഥാ പഠനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. നാസയുടെ ഗോദാർദ് സ്പേസ് സെന്ററും അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനും കാലാവസ്ഥാ പഠനങ്ങളിൽ സജീവമായ പങ്ക് വഹിക്കുന്നുണ്ട്. സ്പേസ് ഒബ്സർവേറ്ററികളും കാലാവസ്ഥാ നിരീക്ഷണത്തെ സഹായിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ മെറ്റീരിയോളജി പഠന കേന്ദ്രം 1854 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 1875 ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ സ്പെഷ്യലൈസ്ഡ് ആയ 6 പ്രാദേശിക കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഡൽഹിയാണ് ആസ്ഥാനം. ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ കേന്ദ്രങ്ങൾ ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാലാവസ്ഥാ പഠനത്തിന് മാത്രമായി നാസയും ജാക്സയും ഒക്കെ പ്രത്യേക ഉപഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇന്ത്യ ഇൻസാറ്റ് സാറ്റലൈറ്റുകളും. ഈ ലക്ഷ്യത്തിനു വേണ്ടി നാസയും ISROയും ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റാണ് നിസാർ. ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ പരിസ്ഥിതി പഠനത്തിന് അതിവിപുലമായ സംവിധാനങ്ങളുണ്ട്. സമുദ്രോപരിതലം മുതൽ 2000 മീറ്റർ ആഴം വരെയുള്ള ഊഷ്മാവ് രേഖപ്പെടുത്തി സാറ്റലൈറ്റുകളിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ആർഗോ ഫ്ലോട്ടുകളിൽ ഉള്ളത്. ഇവ സമുദ്രോപരിതലത്തിൽ നിന്ന് 2000 മീറ്റർ താഴെ വരെയും തിരിച്ചും തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതിനിടയിൽ ശേഖരിക്കുന്ന ഡേറ്റ ഉപഗ്രഹങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യും. 4000-ഓളം ഫ്ലോട്ടുകൾ വിവിധ സമുദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഓഷ്യൻ ഒബ്സർവിംഗ് സിസ്റ്റമാണ് ആഗോളതലത്തിൽ സമുദ്ര പഠനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓഷ്യാനോഗ്രാഫി കമ്മീഷൻ, UNEP, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ സയൻസ് എന്നീ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഭൂമിയിൽ ഏതാണ്ട് -50 മുതൽ +50 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യർ സ്ഥിരവാസം ഉണ്ട്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞ താപനില -67.7 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. റഷ്യയിലെ ഒയ്മിയാക്കോണിൽ 1933. വിന്ററിൽ അവിടുത്തെ ശരാശരി താപനില -50 ഡിഗ്രിയാണ്. 500-നടുത്തേ ആളുകളുള്ളൂ. ഇവിടെ ദ്രാവക രൂപത്തിലുള്ള ജലം ലഭ്യമല്ല. ഐസ് ഉരുക്കി അപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ചെയ്യുക. ലോകത്തിന്റെ ഓപ്പൽ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയിലെ കൂബർപെഡിയിൽ സമ്മറിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂബർപെഡി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. വീടുകളും സത്രങ്ങളും പള്ളികളുമൊക്കെ മണ്ണിനടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മനുഷ്യൻ എന്തിനാണ് ഇത്രയൊക്കെ ദുഷ്കരമായ പ്രദേശങ്ങളിൽ പോയി ജീവിക്കുന്നത്? ഉപജീവനം കണ്ടെത്തുക തന്നെയാണ് പ്രധാന ലക്ഷ്യം. ഒരിക്കൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ആവാസത്തോട് ജീവികൾക്കെല്ലാം ഒരഭിനിവേശം ഉടലെടുക്കും. മതിയായ പ്രതിഫലം ലഭിച്ചാലും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുടിയിറക്കുന്നതിനെ മനുഷ്യർ ചെറുക്കുന്നത്
അതുകൊണ്ടുകൂടിയാണ്. എവിടെ പോകുമെന്നത് രണ്ടാമത്തെ പ്രശ്നമാണ്. മലവെള്ളം വന്നാലും മല ഇടിഞ്ഞു വന്നാലും വീട് വിട്ടിറങ്ങാൻ മനുഷ്യൻ ഇത്തിരിയൊന്ന് മടിക്കും. ഭൂമിയിലെ ഇത്ര വലിയ ഊഷ്മ വ്യത്യാസങ്ങൾക്കിടയിൽ കാലാവസ്ഥാ മാറ്റം സൃഷ്ടിക്കുന്ന 1.2 ഡിഗ്രി എങ്ങനെയാണ് അനുഭവവേദ്യമാവുക? അത് ശരാശരിയുടെ പ്രശ്നമാണ്. ചില പ്രദേശങ്ങളിൽ ഊഷ്മാവ് 5-6 ഡിഗ്രി വരെ കൂടാം. ചില പ്രദേശങ്ങളിൽ ഉയർന്ന താപനില മുൻപത്തേക്കാളും നീണ്ടു നിൽക്കാം. താപവർധനയുടെ ഏറ്റവും പ്രത്യക്ഷവും അപകടകരവുമായ ഫലമാണ് ഹീറ്റ് വേവുകൾ. 2018-ലും 2022-ലും ഉണ്ടായ ചില ഹീറ്റ് വേവുകളുടെ വിവരങ്ങളാണ് സ്ലൈഡിലുള്ളത്. 2024-ൽ ഇന്ത്യയിൽ 40,000 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. 100 പേർ മരണപ്പെട്ടു. 6 പതിറ്റാണ്ട് കാലത്തെ വയനാട്ടിലെ ജീവിതത്തിൽ 2024 പോലെ ചൂട് കൂടിയ ഒരു വർഷം ഉണ്ടായിട്ടില്ല. താപവർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സസ്യങ്ങളെയാണ്. അടുത്ത പടി ജന്തുക്കളെ, പിന്നെയാണ് മനുഷ്യരെ. ജീവികൾക്ക് താപത്തെ ഒരു പരിധിവരെ ഒഴിഞ്ഞു മാറാൻ കഴിയുമല്ലോ. പക്ഷെ അതിന് നിവൃത്തിയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത്. നാട്ടിലെ സാധാരണ തൊഴിലാളികളും കർഷകരും. അവരേറ്റവും കൂടുതൽ 3-ാം ലോകത്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. പുറത്തിറങ്ങാതെ ജീവിതം അസാധ്യമായ ആളുകളാണ് സൂര്യാഘാതത്തിൽ മരണപ്പെടുന്നത്. ലോകത്തെ 70% കായിക ജോലികൾ ഹീറ്റ് വേവുകളുടെ ഭീഷണിയിലാണെന്നാണ് ILOയുടെ കണക്ക്. തൊഴിൽ ദിനങ്ങളിലെ നഷ്ടം തൊഴിലാളികളുടെ ജീവിതത്തെയും നാടിൻ്റെ ഉൽപാദന പ്രവർത്തനങ്ങളെയും ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ താപനിലയെക്കുറിച്ച് യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച സാറ്റലൈറ്റ് ചിത്രമാണ് സ്ലൈഡിൽ. ഹീറ്റ് വേവുകൾക്ക് ശരീരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനാവും. നമ്മുടെ തൊഴിൽ സേനയുടെ 75%, 38 കോടിയോളം മനുഷ്യർ ഈ ചൂടിനെ നേരിട്ടാണ് ജീവിക്കുന്നത്. കടലിലുണ്ടാകുന്ന ചെറിയ താപവ്യതിയാനം പോലും ആൽഗകളുടെയും മത്സ്യങ്ങളുടെയും അതിജീവനത്തെ ബാധിക്കും. ആൽഗകളുടെ നാശം കടലിലെ ആവാസ വ്യവസ്ഥ തകർക്കും. CO2 ആഗിരണം കുറയും, ബാഷ്പീകരണം കൂടും. സമുദ്രതാപത്തിന്റെ വർധന പേമാരികൾക്കും പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും ഒക്കെ കാരണമാകും. ആർട്ടിക്കിലെയും അന്റാർട്ടിക്കിലെയും മഞ്ഞ് വലിയ രീതിയിൽ ഉരുകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2006-15 കാലത്ത് ഗ്രീൻലൻഡ് മഞ്ഞുപാളിക്ക് പ്രതിവർഷം 290 ജിഗാടൺ വരെ പിണ്ഡം നഷ്ടപ്പെട്ടതായി കണക്കാക്കിയിട്ടുണ്ട്. 1 ജിഗാടൺ 100 കോടി ടണ്ണാണ്. ഇത് ഗ്ലോബൽ മീൻ സീ ലെവൽ അഥവാ ശരാശരി സമുദ്രനിരപ്പിൽ വർഷം തോറും 0.8 മില്ലിമീറ്ററിന്റെ വർധന ഉണ്ടാക്കും. ഇതുപോലെ അന്റാർട്ടിക് ഐസ് ഷീറ്റിൻ്റെയും മറ്റ് പ്രധാന മഞ്ഞു മേഖലകളുടെയും ശോഷണം കണക്കാക്കിയിട്ടുണ്ട്. 2100 ആകുമ്പോഴേക്കും സമുദ്ര ഉപരിതലം 30 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇതും GMSTയെ പോലെ ഒരു ശരാശരിയാണ്. സമുദ്രജല പ്രവാഹങ്ങൾക്കനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. നിലവിലെ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യാം. 7500 കിലോമീറ്ററോളം കടലോരമുള്ള രാജ്യമാണ് ഇന്ത്യ. എവിടെ നിന്നൊക്കെയാണ് മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കുക? എത്ര പേരെ? എങ്ങോട്ടൊക്കെ? നെതർലൻഡ് പോലെ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുടെ സ്ഥിതി ഏറെ അപകടകരമാണ്. അവർ പക്ഷേ 2100-ലെ സമുദ്രനിരപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രായോഗികമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനിയും ബോധവൽക്കരണത്തിനപ്പുറത്തേക്ക് നീങ്ങിയിട്ടില്ല. വർഷത്തിലൊരിക്കൽ പൊതു ഇടങ്ങളിൽ കുറെ വൃക്ഷത്തൈകൾ നട്ടും മലയോരത്തെ വനവിസ്തൃതി അല്പാൽപമായി വർദ്ധിപ്പിച്ചും ഈ ആഗോള പ്രതിഭാസത്തിനെ പ്രതിരോധിക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. പ്രതീകാത്മകത നല്ലതാണ്, വേണ്ടതുമാണ്. അത് പക്ഷേ സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്നതും പ്രായോഗികതയിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം. മരത്തിനെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തിയ നമ്മുടെ പരിസ്ഥിതി സ്നേഹം പ്രധാന പ്രശ്നങ്ങളെ മറച്ചു വെക്കാനേ ഉപകരിക്കൂ. കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച പ്രശ്നങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടേയുള്ളൂ. പ്രശ്നങ്ങൾ ഇവിടം കൊണ്ടൊന്നും നിൽക്കുകയുമില്ല. 1800-നെ അപേക്ഷിച്ച് GMSTയിൽ 1.2 ഡിഗ്രിയുടെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ലോകം ഇന്നത്തെ നിലപാടുകൾ തന്നെയാണ് പിന്തുടരുന്നതെങ്കിൽ 2050-ഓടെ
താപവർധന 2 ഡിഗ്രി സെൽഷ്യസ് ആവുക തന്നെ ചെയ്യും. അതീവ ഗുരുതരമായിരിക്കും ഫലം. ഇന്ത്യ മുഴുവൻ വനമാക്കി മാറ്റിയാലും ഇതിന് തരിമ്പും പ്രതിരോധിക്കാനാവില്ല. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ 2023 കണക്ക് പ്രകാരം ഇന്ത്യയിലെ വനങ്ങളിലെ ആകെ കാർബൺ സ്റ്റോക്ക് 7 ജിഗാട്ടൺ മാത്രമാണ്. ലോകത്താകെയുള്ള വനങ്ങളിലെ കാർബൺ ശേഖരം മണ്ണിലെ ഓർഗാനിക് കാർബൺ അടക്കം 861 ജിഗാട്ടൺ ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ തന്നെ 1000 ജിഗാട്ടണ്ണിലേറെ കാർബൺ ഡൈ ഓക്സൈഡ് അധികമായുണ്ട്. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ഇന്ത്യയിൽ മാത്രം 80,000-ഓളം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്. 100 കോടി ആളുകളെയാണ് ദുരന്തങ്ങൾ ബാധിച്ചത്. കഴിഞ്ഞ 1000 കൊല്ലത്തിനിടെ ഉണ്ടായതിൽ ഏറ്റവും വലിയ മഴയാണ് 2021 ചൈനയിൽ പെയ്തത്. വിപുലമായ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മരണസംഖ്യ 400-നടുത്ത് നിന്നത്. കഴിഞ്ഞ 60 വർഷത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഷപാതം ഉണ്ടായത് 2021 സാമ്പത്തിക ശേഷി കുറയുന്നതിനനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മനുഷ്യരുടെ ശേഷിയും നഷ്ടമാകും. അമേരിക്കയെ തന്നെയാണ് ലോകബാങ്ക് ഉദാഹരിക്കുന്നത്. അവിടെ 1% മനുഷ്യരെ പ്രകൃതി ദുരന്തങ്ങളുടെ റിസ്ക് നേരിടുന്നുള്ളൂ. എന്നാൽ തെക്കൻ ഏഷ്യയിലെ ജനങ്ങളുടെ 32%, അതായത് 594 ദശലക്ഷം ആളുകൾ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഭീഷണിയിലാണ്. ലോകബാങ്കിന്റെ പാത്വേസ് ഔട്ട് ഓഫ് ദ പോളി ക്രൈസിസ് എന്ന 2024 റിപ്പോർട്ടിലെ വിവരമാണ് ഇത്. പാരീസ് അഗ്രിമെന്റും IPCCയും ഒക്കെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. പോവർട്ടി, പ്രോസ്പെറിറ്റി ആൻഡ് പ്ലാനറ്റ് റിപ്പോർട്ട് എന്നുകൂടി അറിയപ്പെടുന്ന ഈ റിപ്പോർട്ടിലെ വിവരങ്ങളും ഈ പ്രസന്റേഷനിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ 3000 ജിഗാട്ടണ്ണിലേറെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ 1000 ജിഗാട്ടണ്ണോളം വ്യവസായ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. ഇതിനെ ഹിസ്റ്റോറിക്കൽ എമിഷൻ എന്ന് പറയും. ഇത് മുഴുവൻ വലിച്ചു മാറ്റിയില്ലെങ്കിൽ അത് അവിടെ കിടന്ന് വരുന്ന 1000 വർഷത്തോളം ഭൂമിയെ തപിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനുള്ള ഒരു നടപടിയും ലോകത്തെങ്ങും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഹിസ്റ്റോറിക്കൽ എമിഷന്റെ 90% വികസിത രാഷ്ട്രങ്ങളുടെ സംഭാവനയാണെന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. ഇതിനു പുറമെയാണ് വർഷം 50 ജിഗാട്ടണ്ണിന് മുകളിൽ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. ജലബാഷ്പമില്ലാത്ത അഥവാ ഡ്രൈ ആയ അന്തരീക്ഷത്തിലെ ഹരിതവാതകങ്ങളുടെ ചേരുവയാണ് സ്ലൈഡിൽ. 80% CO2 ആണ്. 300 മുതൽ 1000 വർഷം വരെ അത് അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യും. ഡ്രൈ എയറിന്റെ 10 ലക്ഷം തന്മാത്രകളിൽ 413 CO2 തന്മാത്രകളാണ് ഉണ്ടാവുക. വ്യാവസായിക കാലത്തിന് മുൻപ് ഇത് 280 ആയിരുന്നു. അടുത്തത് മീഥേനാണ്. അത് CO2വിനേക്കാൾ ഹാനികരമാണ്, പക്ഷെ 12 വർഷത്തിനുള്ളിൽ പ്രതിപ്രവർത്തിച്ച് തീരും. മൂന്നാമത്തേത് N2O ആണ്. നൈട്രസ് ഓക്സൈഡ് കൂടുതൽ അപകടകാരിയാണ്. 121 വർഷം വരെയാണ് ആയുസ്. മീഥേനേക്കാൾ അളവിൽ കുറവാണ്. ഹരിതവാതകങ്ങളുടെ സ്രോതസ്സിനെ സൂചിപ്പിക്കാൻ പൊതുവെ ഉപയോഗിക്കുന്ന ചിത്രമാണ് ഇത്. ഓക്സ്ഫോർഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ സയന്റിഫിക് പബ്ലിക്കേഷനായ അവർ വേൾഡ് ഇൻ ഡേറ്റയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ചിത്രം. ആഗോളതലത്തിലെ ദാരിദ്ര്യവും രോഗങ്ങളും പരിസ്ഥിതിയുമൊക്കെയാണ് അവരുടെ പ്രധാന പഠന വിഷയങ്ങൾ. The world is worse, but it is bettering and it can be made still better. ലോകത്തിൻ്റെ സ്ഥിതി ശോചനീയമാണ്, പക്ഷെ അത് നന്നാകുന്നുണ്ട്. അതിന് ഇനിയും നന്നാക്കാനുമാവും. അതിന് അത്യാവശ്യമായി വേണ്ടത് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ ചിത്രമാണ്. ഡേറ്റകളുടെ സഹായത്തോടെയേ അത് സാധ്യമാകും. ഇതാണ് അവർ വേൾഡ് ഇൻ ഡേറ്റയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇവരുടെ പല ഡേറ്റയും ഈ പ്രസന്റേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 73% ഹരിതവാതകങ്ങളും ഉണ്ടാകുന്നത് ഊർജ ഉൽപാദനത്തിൽ നിന്നാണ്. വ്യവസായം, ഗതാഗതം, കെട്ടിടങ്ങളിലെയും തൊഴിലിടങ്ങളിലെയും ഉപഭോഗം തുടങ്ങിയവയ്ക്ക് വേണ്ടതാണ് ഇതിൽ വലിയ പങ്കും. 18.4% കൃഷി, ഭൂവിനിയോഗം, വനനശീകരണം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതിന് മൊത്തത്തിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് അതർ ലാൻഡ് യൂസ് എന്നോ ചുരുക്കി FOLU എന്നോ പറയും.
കന്നുകാലി വളർത്തലും കൃഷിയും കഴിഞ്ഞാണ് വനനശീകരണം വരുന്നത്. വനനശീകരണം രണ്ട് വിധത്തിലാണ് ഹരിതവാതകങ്ങൾക്ക് കാരണമാവുന്നത്. വനം നശിക്കുന്നതോടെ CO2 ആഗിരണം കുറയുന്നു. മേൽമണ്ണ് തെളിയുന്നതോടെ മണ്ണിലെ കാർബൺ അന്തരീക്ഷവായുവുമായി പ്രവർത്തിച്ച് CO2 ഉണ്ടാകും. സസ്യാവശിഷ്ടങ്ങൾ ദ്രവിക്കുന്നതോടെ അതിലെ കാർബണും CO2 ആയി അന്തരീക്ഷത്തിലേക്ക് എത്തും. ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന CO2 2.2% വനനശീകരണത്തിലൂടെ ഉണ്ടാകുന്നത്. IPCC ഈ കണക്കാണ് പിന്തുടരുന്നത്. 1950-2000 കാലത്തൊഴികെ ഇത് ഏതാണ്ട് ഒരേ നിരക്കിലായിരുന്നു. ലോകം ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചത് ഈ കാലത്താണ്. ഈ കണക്കിൽ വ്യത്യസ്ത എസ്റ്റിമേറ്റുകൾ നിലവിലുണ്ട്. 2.2 മുതൽ 10% വരെയൊക്കെ അതെത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, വനമുള്ളിടത്തെ വനനശീകരണം നടക്കൂ. കൂടുതൽ ഉള്ളിടത്ത് കൂടുതലും, കുറച്ചുള്ളിടത്ത് കുറച്ചും. കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ള രാജ്യങ്ങളിലാണല്ലോ കൂടുതൽ വനമുണ്ടാവുക. ലോകത്താകെയുള്ള വനത്തിൻ്റെ 66% 10 രാജ്യങ്ങളുടെ കൈവശമാണ്. ആകെ വനത്തിൻ്റെ 1.8% ഇന്ത്യ 10ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഇപ്പോൾ വനനശീകരണമല്ല, വനവൽക്കരണമാണ് നടക്കുന്നത്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഒടുവിലത്തെ അസസ്മെന്റ് പ്രകാരം ഇന്ത്യയിൽ 22% വനവും 25% വനാവരണവുമാണ് ഉള്ളത്. അതെന്ത് തന്നെ ആയാലും വനമാണ് ആഗോളതാപനത്തിന് പരിഹാരമെന്നത് ആഗോളതലത്തിൽ തന്നെ തീർത്തും അശാസ്ത്രീയമായ നിലപാടാണ്. കേരളത്തിലേക്കൊക്കെ എത്തുമ്പോൾ അത് അസംബന്ധം പോലും ആകുന്നു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹ ശ്രദ്ധ തിരിക്കുന്നു എന്നതുകൊണ്ട് അത് അപകടകരം കൂടിയാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന CO2 30% സമുദ്രങ്ങൾ ആഗിരണം ചെയ്യും. ഇതിന്റെ ഫലമായി സമുദ്രജലത്തിന്റെ അസിഡിറ്റി വർദ്ധിക്കും. അത് സമുദ്ര ജൈവ വൈവിധ്യത്തെ ബാധിക്കും. സമുദ്രജലത്തിന്റെ വലിയ അളവ് മൂലം താപവർധന വളരെ പതുക്കെയേ സംഭവിക്കൂ. പക്ഷെ ദീർഘകാലയളവിൽ അത് സമുദ്ര ആവാസത്തിന് അപകടകരമാവുകയും ചെയ്യും. 30% കാർബൺ ഡൈ ഓക്സൈഡ് കാടുകൾ വലിച്ചെടുക്കും. ബാക്കി വരുന്ന 40-45% അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ഇത് മുഴുവൻ വലിച്ചെടുക്കണമെങ്കിൽ എത്ര വനം അധികമായി വേണ്ടിവരും? ഇനി അത് സാധിക്കുമെങ്കിൽ തന്നെ എവിടെയാണ് അത്രയും വനം വളർത്തുക? ലോകത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ജനസാന്ദ്രതയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ലോക ശരാശരി 55 പേരാണെങ്കിൽ യൂറോപ്പിൽ 34, ചൈനയിൽ 151, ഇന്ത്യയിൽ 488 ആണ്. കേരളത്തിൽ അതിഥികളെ പരിഗണിക്കാതെ അത് 860 ആഗോള താപനത്തിന് പരിഹാരമായി വനവൽക്കരണം നിർദ്ദേശിക്കുന്നവർ ഈ കണക്ക് കൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കും. വനത്തിലെ കാർബൺ സ്റ്റോക്ക് താൽക്കാലികമാണെന്നും അത് പല രീതിയിലും തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തുമെന്നുമാണ് IPCC പറയുന്നത്. മനുഷ്യരുടെ ഇടപെടൽ, കാട്ടുതീ, കീടബാധ, മഴ, കാറ്റ്, വരൾച്ച, ജീവികൾ, രോഗങ്ങൾ, കാലം എന്നിങ്ങനെ ധാരാളം ഘടകങ്ങൾ കാടിനെ ബാധിക്കുന്നുണ്ട്. വളർച്ചയും നാശവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു ഡൈനമിക് സിസ്റ്റമാണ് വനം. അത് വേണ്ടെന്നല്ല പറയുന്നത്. ആഗോളതാപനം തടയാൻ അത് പര്യാപ്തമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യ പ്രവർത്തനങ്ങളിൽ നിന്നും ഹരിതവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആകെ ഹരിതവാതകങ്ങളുടെ 26% ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനവും സംസ്കരണവും വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് 100 കോടി ആളുകൾക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം വീതം ലോകം ദിവസേന പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും 112 കോടി മനുഷ്യർക്ക് ആവശ്യത്തിന് കലോറി മൂല്യമുള്ള ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിൽ. 1 കിലോ ബീഫ് ഭക്ഷിക്കുമ്പോൾ 70.6 കിലോ ഹരിതവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിയിട്ടുണ്ടാകും. ധാന്യങ്ങളോ പച്ചക്കറിയോ ആണെങ്കിൽ അത് 3.6 കിലോഗ്രാമിൽ താഴെയേ വരൂ. 70%-ലേറെ ഇന്ത്യക്കാർ മാംസം ഭക്ഷിക്കുന്നവരാണ്. പക്ഷെ പോർച്ചുഗലിൽ ഒരാൾ ഒരു വർഷം
154 കിലോ മാംസം കഴിക്കുമ്പോൾ ഇന്ത്യയിൽ 14 കിലോയാണ്. നമ്മുടെ വിനോദങ്ങളും ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ വലിയ രീതിയിൽ ഹരിതവാതകങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ടെലിവിഷനും സിനിമയും കൂടി ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മതിപ്പ് 20 കോടി ടൺ വരെയൊക്കെയാണ്. ഇതിലൊന്നും പങ്കെടുക്കാത്ത വേറെ കുറെ മനുഷ്യരുടെ ജീവിതത്തെ അത് താറുമാറാക്കുന്നുമുണ്ട്. ഇതിലൊന്നും ആരും ഉത്കണ്ഠ പ്രകടിപ്പിച്ച് കണ്ടിട്ടുമില്ല. എവിടെ നിന്നൊക്കെയാണ് ഹരിതവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നോക്കാം. ഹരിതവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വികസിത രാഷ്ട്രങ്ങളും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ദരിദ്ര രാജ്യങ്ങളും. ഇത് ലോകബാങ്കിന്റെ അഭിപ്രായമാണ്. ഉപരി മധ്യവർഗ രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളും ചേർന്ന് ഹരിതവാതകങ്ങളുടെ 80% ഉൽപ്പാദിപ്പിക്കുന്നത്. ലോക ജനസംഖ്യയുടെ പാതിയിലേറെ ആളുകളുള്ള ദരിദ്ര രാജ്യങ്ങൾ ബാക്കിയുള്ള 20%. ഇതുകൊണ്ടാണ് സമ്പന്ന രാഷ്ട്രങ്ങളെ കാർബൺ ഇൻവെസ്റ്റഡ് എക്കണോമീസ് എന്ന് വിളിക്കുന്നത്. സാമ്പത്തിക സുസ്ഥിരത അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും ആഗോളതാപനത്തിൽ അവരവരുടേതായ പങ്കുണ്ട്. ലോകത്തിലെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന സാമ്പത്തിക സുസ്ഥിരതയ്ക്കും ജീവിത സൗകര്യങ്ങൾക്കും അവയുടേതായ എൻവയോൺമെന്റൽ കോസ്റ്റ് ഉണ്ട്. പക്ഷേ പരിസ്ഥിതി നാശത്തിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ ചുമലിൽ കെട്ടിവെച്ച് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയാണ് എല്ലാവരും ചെയ്യുന്നത്. വികസ്വര അവികസിത രാഷ്ട്രങ്ങൾ അതിജീവനത്തിന് വേണ്ട തുച്ഛമായ അളവ് ഹരിതവാതകങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർ ജീവൻ നിലനിർത്താനുള്ള ഹരിതവാതകങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഭൂമി ജീവികൾക്കെല്ലാം സ്വന്തമാണ്. ഇന്നത്തെ വലിയ പരിസ്ഥിതി സമവാക്യങ്ങളിൽ ഒന്നാണിത്. പക്ഷെ ഭൂമി ഇനിയും എല്ലാ മനുഷ്യർക്കും സ്വന്തമായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അത് എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമാകുന്നത്? സ്വന്തം സ്പീഷീസിനോടില്ലാത്ത എമ്പതി മറ്റൊരു സ്പീഷീസിനോട് ഉണ്ടാകുന്നത് എങ്ങനെ? ലോകത്തെ ഏറ്റവും സമ്പന്നരായ 1% ആളുകൾ ലോകത്തിലെ 2/3 സാധാരണക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏറ്റവും സമ്പന്നരായ 1% ആളുകൾ താഴെ തട്ടിലെ 1% മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 1000 ഇരട്ടി CO2 ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര എനർജി ഏജൻസിയുടെ അഭിപ്രായമാണ്. ലോകത്തെ ശരാശരി കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദനം 4.7 ടണ്ണാണ്. പകുതിയിലേറെ മനുഷ്യർ ഇതിലും എത്രയോ കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആകെ എമിഷനിൽ ചൈന 1-ാം സ്ഥാനത്തും ഇന്ത്യ 3-ാം സ്ഥാനത്തുമാണ്. പക്ഷെ ആളോഹരി എമിഷനിൽ 9.24 ടണ്ണുമായി ചൈന 25-ാം സ്ഥാനത്തും 2.07 ടണ്ണുമായി ഇന്ത്യ 125-ാം സ്ഥാനത്തുമാണ്. കേരള സർക്കാരിൻ്റെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ ആളോഹരി കാർബൺ എമിഷൻ 0.31 ടണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിലൊന്നാണ് ഇത്. ആളോഹരി കാർബൺ എമിഷനിൽ ഇന്ത്യയും കേരളവും തമ്മിലുള്ള താരതമ്യമാണ് സ്ലൈഡിൽ. പക്ഷേ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങൾ കൊണ്ട് പാരിസ്ഥിതികമായി ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച പ്രദേശമാണ് കേരളത്തിൻ്റെ മലയോരം എന്നൊരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ ഇവിടുത്തെ പ്രകൃതി സ്നേഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആഗോള താപനത്തിൻ്റെ 25% കാരണം മീഥെയ്ൻ വാതകമാണ്. CO2 പോലെ മീഥെയ്ൻ്റെയും ആളോഹരി ഉൽപ്പാദനത്തിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ തന്നെയാണ് മുൻപിൽ. മീഥെയ്ൻ വാതകത്തിന്റെ 40%-ഓളം പ്രകൃതിദത്തമായ സ്രോതസ്സുകളിൽ നിന്നാണ്. ചതുപ്പുകൾ, വെള്ളക്കെട്ടുകൾ തുടങ്ങിയവ. കന്നുകാലി വളർത്തൽ, ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗം, കൃഷി തുടങ്ങിയവയാണ് മറ്റു സ്രോതസ്സുകൾ. നൈട്രസ് ഓക്സൈഡാണ് 3-ാമത്തെ പ്രബലമായ ഹരിതവാതകം. ഇതിൻ്റെ ആകെ ഉൽപ്പാദനവും പ്രതിശീർഷ ഉൽപ്പാദനവും തമ്മിലുള്ള താരതമ്യമാണ് സ്ലൈഡിൽ. കൃഷിയാണ് പ്രധാന സ്രോതസ്സ്. ആഗോള ഉൽപ്പാദനത്തിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ മുന്നിൽ നിൽക്കുന്നു. ഊർജവും വ്യവസായവും തന്നെയാണ് നമ്മുടെയും പ്രധാന ഹരിതവാതക സ്രോതസ്സുകൾ. 3-ാം സ്ഥാനത്താണ് കൃഷിയും ഭൂവിനിയോഗവും വനനശീകരണവും വരുന്നത്. ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന വാതകങ്ങളുടെ ചേരുവയാണ് സ്ലൈഡിൽ. ഇതിൽ മീഥെയ്നും നൈട്രസ് ഓക്സൈഡും പ്രധാനമായും കൃഷിയിൽ നിന്നും കന്നുകാലി വളർത്തലിൽ നിന്നുമാണ്.
ലോകത്ത് എല്ലായിടത്തും എന്ന പോലെ ഊർജ ഉൽപാദനമാണ് നമ്മുടെയും ഏറ്റവും വലിയ ഹരിതവാതക സ്രോതസ്. അതിനുള്ള പരിഹാരം ബദൽ മാർഗങ്ങൾ കണ്ടെത്തുക എന്നത് മാത്രമാണ്. 1980-കൾ മുതലാണ് നമ്മൾ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കൽക്കരി കാര്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷമേ ആയിട്ടുള്ളൂ. വീടുകളിൽ വെളിച്ചം എത്തിത്തുടങ്ങിയിട്ടേയുള്ളൂ. ഇന്നും ലോകത്തെ 80 കോടി മനുഷ്യർ വൈദ്യുതി എത്താത്ത വീടുകളിലാണ് താമസിക്കുന്നത്. കാനഡയിൽ ഒരാൾ വർഷത്തിൽ 17,000 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയിൽ അത് 972 യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ വികസനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നമുക്ക് വലിയ പരിമിതികളുണ്ട്. കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയെയും ഉപജീവനത്തെയും ഗുരുതരമായി ബാധിക്കും. ഫോസിൽ ഇന്ധനങ്ങൾ ഒഴിവാക്കുന്നതിന് ഇന്ത്യ 2070 വരെയാണ് സമയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചൈന 2060 വരെയും. ഇന്ത്യയെ പോലുള്ള ഒരു നാട്ടിൽ വികസനം മുടങ്ങുന്നത് ആഗോള താപനത്തെക്കാൾ എത്രയോ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക. 2018 നാഷണൽ ഫുഡ് പ്രിന്റ് അക്കൗണ്ടാണ് സ്ലൈഡിൽ. അമേരിക്കയിലെ പോലെ എല്ലാവരും ജീവിക്കണമെങ്കിൽ നമുക്ക് 5 ഭൂമി വേണം. ബ്രസീലിലെ പോലെ ആണെങ്കിൽ 1.8 ഭൂമിയും. പക്ഷെ ഇന്ത്യയിലെ പോലെ ആണെങ്കിൽ 0.7 ഭൂമി മതിയാകും. ഗണിതശാസ്ത്രത്തിലേക്ക് രാജപാതകളൊന്നുമില്ല എന്ന് രാജാവിനോട് യൂക്ലിഡ് പറഞ്ഞതുപോലെ ആഗോള താപനം പരിഹരിക്കുന്നതിന് സൂത്രപ്പണികൾ ഒന്നുമില്ല. ഐക്യരാഷ്ട്രസഭയും IPCCയും പാരീസ് അഗ്രിമെന്റും ഒട്ടേറെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന വ്യത്യസ്തങ്ങളായ പാക്കേജുകളാണ് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്, അല്ലാതെ ഒറ്റമൂലികൾ അല്ല. ആഗോളതലത്തിൽ ഉൽപാദന പ്രവർത്തനങ്ങളിൽ വലിയ അഴിച്ചുപണികൾ നടത്തേണ്ടതുണ്ട്. അതിന് വലിയ രീതിയിൽ സമ്പത്തും വിഭവങ്ങളും കണ്ടെത്തേണ്ടതുമുണ്ട്. 2050 താപവർധന 1.5 ഡിഗ്രിയിൽ നിലനിർത്താൻ 2010 കണക്കിൽ $83,000 കോടി വേണ്ടിവരുമെന്നാണ് IPCCയുടെ നിഗമനം. ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായി ഈ കാര്യത്തിൽ ഏറെ ഒന്നും ചെയ്യാനാവില്ല. പ്രശ്നപരിഹാരത്തിന് ആഗോള തലത്തിലുള്ള കൂട്ടായ്മ തന്നെ വേണം. കേരളത്തിന് ചെയ്യാനാവുന്നത് എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കിക്കൊണ്ട് വൾണറബിലിറ്റി കുറയ്ക്കുന്നതിനും കഴിയാവുന്നിടത്തെല്ലാം ദീർഘവീക്ഷണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള പോളിസികൾ രൂപപ്പെടുത്തുക. കടലോരങ്ങളിലും കായലോരങ്ങളിലും പുഴയോരങ്ങളിലും കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ട നിർമ്മിതികൾ ആരംഭിക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കും. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കെട്ടിട നിർമ്മാണ രീതികൾ ആവിഷ്കരിക്കുക. 21ാം നൂറ്റാണ്ടിലും നമ്മുടെ നിർമ്മാണ മേഖലയെ നിയന്ത്രിക്കുന്നത് അന്ധവിശ്വാസങ്ങളാണല്ലോ. അവിടെ ശാസ്ത്രത്തെ പകരം വയ്ക്കുക. നാശനഷ്ടങ്ങളെ കഴിയുന്നത്ര ഇൻഷുറൻസിലൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുക. സമ്പന്ന രാഷ്ട്രങ്ങൾ അങ്ങനെയാണ് ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നത്. കുട്ടികളെ വസ്തുനിഷ്ഠവും ശാസ്ത്രീയവും മാനവികവുമായ വിധത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിപ്പിക്കുക. അമേരിക്കയും യൂറോപ്പും ഉണ്ടാക്കിയ വികസനത്തിന്റെ കുറ്റബോധം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കരുത്. ഉൽപാദന പ്രക്രിയകളിലും ജീവിത രീതികളിലും അടിമുടി മാറ്റം ആവശ്യമായി വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ശാസ്ത്ര വിദ്യാഭ്യാസത്തിനും ശാസ്ത്രീയ മനോവൃത്തി വളർത്തുന്നതിനും അനുയോജ്യമായ വിധത്തിൽ വിദ്യാഭ്യാസത്തെ അടിമുടി നവീകരിക്കണം. ലക്ഷ്യബോധമുള്ള വിദ്യാഭ്യാസത്തിന് യുവതലമുറയെ ഗൂണ്ടായുസത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ലഹരിയുടെയും വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവും. ദുരന്ത നിവാരണ സംവിധാനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും കഴിയാവുന്ന വിധത്തിലെല്ലാം ഊർജിതമാക്കുക. ബംഗ്ലാദേശിനെയാണ് ഇതിന് ഉദാഹരണമായി ലോകബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നത്. കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കുന്നതിന് ശേഷിയുള്ള ആധുനിക കൃഷി രീതികൾ കണ്ടെത്തുക. അതിനാദ്യം വേണ്ടത് ജൈവ കൃഷിയുടെ ഹാങ് ഓവറിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. വസ്തുനിഷ്ഠവും ശാസ്ത്രീയവും മാനവികവുമായ ഒരു പരിസ്ഥിതി കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം. ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.